ഗൈസ്, അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് 5ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മളുടെ വെക്കേഷന്റെ ആ ഒരു മടിന്നൊക്കെ എങ്ങനെയോ ഒന്ന് ട്രാക്കിൽ കയറി വരുമായിരുന്നു അല്ലെ. നമ്മളുടെ 5ാം ക്ലാസ്സിലെ മിക്ക കുട്ടികളും പുതിയ സ്കൂളിലായിരിക്കും. പുതിയ സ്കൂള്, പുതിയ ബുക്ക്, പുതിയ പുതിയ കാര്യങ്ങള് അങ്ങനെ പഠിച്ച് സെറ്റായിട്ട് വരുമ്പോഴേക്ക് നമ്മളുടെ ഓൺ എക്സാം വന്നിട്ടുണ്ടാവും. ഈ ഓൺ എക്സാം വന്നപ്പോൾ മുതലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും, എനിക്ക് എന്ത് പഠിക്കണം എന്നറിയൂല മിസ്സേ, ഞാൻ എവിടുന്ന് തുടങ്ങണം എന്നറിയൂല മിസ്സേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല മിസ്സേ, എനിക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരുമോ. എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരുമോ മിസ്സേ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ മനസ്സിലുണ്ടാവും. അതിനൊക്കെ ഉള്ള ഒരു ഉത്തരവായിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ എൻ്റെ മക്കളെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരണം. നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എവിടെ എത്തി എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എവിടെ എത്തി ചാപ്റ്റേഴ്സ്, കഴിയാറായോ, 4 ചാപ്റ്റർ ആയോ, 3 ചാപ്റ്റർ ആയോ, എത്ര ചാപ്റ്റർ എത്തി എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മളുടെ 5ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ ഏതാടാ വരുന്നത്? ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ് അല്ലെ. വരകളും വട്ടങ്ങളും ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇവന്. ഇത് 100% ഉറപ്പാണ് വരുന്നുള്ളത്. അപ്പൊ ഇത് ഒഴിവാക്കി വിടരുത് കേട്ടോ. ഈ ഒരു ടൈപ്പ് എന്തായാലും വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. മിസ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ മക്കള് ആ ലൈവ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് കാണുക കേട്ടോ. ഇനി അതുപോലെ തന്നെ അത് വരയ്ക്കാൻ ഇവന്മാരെ 2ആളെയും ആവശ്യമാണ്. എന്നാലും കൂട്ടിയിട്ട് ഇവന്മാരെ 2ആളെയും ഉഷാറായിട്ട് വരയ്ക്കാനും ഒന്നുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത കാര്യം, വരകൾ വരയ്ക്കാൻ പഠിച്ചു. വരകൾ വെച്ചിട്ട് കുറേ ചിത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി വട്ടങ്ങൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം, ഈ ഒരു ടൈപ്പ് ഓഫ് കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം വരയ്ക്കാൻ പഠിച്ചാൽ ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നാലെ വരയ്ക്കാൻ പഠിക്കാൻ പറ്റും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ഒരു ചിത്രം നിങ്ങൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അതുപോലെ മക്കൾക്ക് 1ാമത്തെ ചാപ്റ്ററിൽ മിസ് പറഞ്ഞു തന്നു. അതുപോലെ മുന്നോട്ടുള്ള ചാപ്റ്റർ ഒക്കെ മിസ് പറഞ്ഞുതരും. അതിന്റെ മുന്നേ ഇതൊന്നും അറിയാത്ത കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതുവരെ ഒന്നും പഠിക്കാത്തവരുണ്ടാവും. അവർക്കും ചെയ്യിക്കേണ്ടടാ, അവർക്കും ഉഷാറായിട്ട് ഓൺ എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് അവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അവരും പഠിച്ചു തുടങ്ങിക്കോട്ടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ മക്കളെ അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ നമ്പർ വേൾഡ്, സംഖ്യാലോകം. അതിലെന്തായാലും 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ സംഖ്യകളും വായിക്കാൻ പഠിക്കണം. ഓക്കെ, സംഖ്യകൾ വായിക്കാൻ പഠിക്കാണ്ട് ഒരു ഇതുമില്ല. 2, 3, 5, 6, 7, 1, 0 ഇത് വായിക്കാൻ പറഞ്ഞു. ഇത് വായിക്കാൻ പറയുമ്പോൾ 2, 3, 4, 5 എന്ന് വായിച്ചാൽ മതിയോ? പോരാ അല്ലെ. ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം അങ്ങനെ പറഞ്ഞാല് 2,23,56,710 അങ്ങനെ വായിക്കാൻ പറ്റണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ നമ്പർ തരും. എന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. ഇത് വായിച്ചിട്ട് എഴുതാൻ പറയും. അപ്പൊ എഴുതാൻ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സംഖ്യാലോകത്തില് നിങ്ങളോട് പറയും ഈ നമ്പർ കൊണ്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. 2, 3, 4 വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. 2, 3, 4 അല്ലെങ്കിൽ നടുവിൽ 0 വരുന്ന, ഇതൊക്കെ നടുവിൽ 0, അപ്പുറത്തും ഇപ്പുറത്തും ആരാന്നില്ല, നടുവിൽ 0 വരുന്ന എത്ര സംഖ്യകൾ ഉണ്ടാക്കാം, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യനും മക്കൾ എന്ത് ചെയ്യുക, വളരെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതിന് മുന്നേ മിസ്സിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മിസ് ഇങ്ങനെ പറഞ്ഞു പോകും, ഇത് പഠിക്കണം അത് പഠിക്കണം എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇപ്പൊ തന്നെ മക്കൾ എന്ത് ചെയ്യണം, ഇതിന്റെ നോട്ട്സ് ഒക്കെ മക്കൾക്ക് വേണ്ടേ. അങ്ങനെയെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ വെറുതെ ചുറ്റി കളിക്കുന്നവരാണെങ്കിൽ വേഗം ഓടിപ്പോയിട്ടൊന്ന് ജോയിൻ ചെയ്യുക. വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക, എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സമയമായിട്ടുണ്ടാ, ഇനി പഠിക്കണം, ഇനി പഠിച്ചേ പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ ചാപ്റ്റർ ഏതാ വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ആണ്, ഗുണന രീതികളാണ് അല്ലെ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഇതിൽ നല്ലോണം പഠിച്ചു വെക്കേണ്ടത് 13 ഗുണിക്കണം 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 13 ഗുണിക്കണം 5 15, എനിക്കറിയാലോ, അങ്ങനെ ഗുണിച്ച് 13 × 15 ഇങ്ങനെ ഗുണിക്കൂലേ, 13 × 15 ഇങ്ങനെ അങ്ങോട്ട് ഗുണിച്ച് എഴുതും. ഇത് മണ്ടത്തരായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, നിങ്ങളോട് പറയാ നമ്മളുടെ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറയും.
ചതുര ഗുണനം ഉപയോഗിച്ച് ചെയ്യാൻ പറയും. അപ്പോൾ ആ രീതിയിലാണ് ചതുരങ്ങൾ വരച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മക്കൾ പഠിക്കണം. അതുപോലെ സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ചിട്ട് അടിപൊളിയായിട്ട് മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സമചതുര സംഖ്യകളെ കുറിച്ച് മക്കൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സ്ക്വയർ പ്രൊഡക്റ്റ്, അതായത് 9x16 എന്ന് തരും. ഇത് നിങ്ങൾ വെറുതെ 9x16 യെസ് 9x16 എന്ന് തരും. ഇതും സമചതുര സംഖ്യയാണ്, ഇതും സമചതുര സംഖ്യയാണ്. നിങ്ങൾ വെറുതെ അങ്ങോട്ട് ചെയ്യും, ഇതിങ്ങനെ അതിങ്ങനെ എന്ന് പറഞ്ഞ് ചെയ്യും. ഇതൊക്കെ പൊട്ടത്തെറ്റാണടാ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെതായിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മളുടെ പ്രീമിയം ബാച്ചിലുള്ളവരാണെങ്കിൽ ഇവിടുന്നും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മക്കൾ ആരെങ്കിലും പ്രീമിയം ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എടാ ഇനി ലേറ്റ് ആയിട്ടോ, ഇനി നമ്മൾ വെറുതെ ഒഴിവാക്കി വിട്ടിട്ട് കാര്യമില്ല. പ്രീമിയം ബാച്ചിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. 2999 നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ തീരെ പഠിച്ചില്ല, ഇതുവരെ മിസ് ചെയ്യാനൊന്നും പഠിച്ചില്ല, ഇനിയെങ്കിലും എനിക്ക് പഠിക്കണം, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി ഞാൻ പ്രീമിയം ബാച്ചൊക്കെ വാങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ എടാ കാര്യമുണ്ടടാ, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ 100% ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്. ഇതാ നോക്ക്, ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം മുതൽ യൂട്യൂബ് നോക്കി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തമായിട്ടുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് മുതലേ നമുക്ക് ഇവിടെ പറയാൻ പറ്റിയെന്ന് വരില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം അറിയാം എനിക്ക് എന്നുള്ള ഒരാൾക്ക് യൂട്യൂബ് കണ്ടിട്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷെ എനിക്ക് ബേസ് മുതലേ അറിയണം, എനിക്ക് കുറേ PYQs ചെയ്യണം, എനിക്ക് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എനിക്ക് കുറേ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ കുറേ ഉള്ളവരാണെങ്കിൽ എടാ ഇതിനുള്ള ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സൂപ്പർ ബാച്ച് തന്നെയാണ്. ആ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് പിന്നെയും ഓഫേഴ്സ് തരുന്നത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പോഴെങ്കിലും ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇനി ക്രിസ്മസ് എക്സാം കഴിയട്ടെ, ആ എക്സാം കഴിയട്ടെ, ഈ എക്സാം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഓഫറും കഴിയും, പിന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ട് ചിലപ്പം കാര്യം ഉണ്ടായിന്ന് വരില്ല. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ അവിടെ എത്തിയെന്ന് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങ് എത്തിക്കൊള്ളണമെന്നില്ല ബാക്കിയുള്ളവരുടെ അടുത്ത്. അപ്പം നിങ്ങൾ ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങണം. ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോഴും നമ്മൾ 1ാമത്തെ ചാപ്റ്റർ മുതൽ ഓരോ കുട്ടികൾക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഉഷാറായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ എന്താ വിഷയത്തിൽ നിന്ന് തന്നെ അറിയോ. ദെൻ അടുത്ത നമുക്ക് ഏതാണ് വരുന്നത്, 4ാമത്തെ ചാപ്റ്റർ ആണ് ഡിവിഷൻ മെത്തേഡ്സ്, ഹരണ രീതികൾ. ഹരണ രീതികൾ എടാ എന്താണ്, ഗുണന രീതികൾ പോലെ തന്നെയുള്ള ഒരു ചാപ്റ്റർ ആണ് ഹരണ രീതികൾ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല കേട്ടോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റെക്റ്റാങ്കിൾ ഡിവിഷൻ. നമ്മളുടെ ചതുര ഗുണനം പോലെ തന്നെ ചതുര ഹരണമുണ്ട്, അത് അടിപൊളിയായിട്ട് പഠിക്കണം. അതുപോലെ ടോട്ടൽ പ്രൈസ് ഓഫ് 7 pen ഓഫ് ഈക്വൽ റേറ്റ് 98 rupees. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് എ പെൻ? അപ്പോൾ നോക്ക്, ഇതും ഹരണം തന്നെയാണ് അല്ലെ. ഹരിക്കാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ നമ്മളുടെ മിച്ചത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, റിമൈൻഡേഴ്സ്, മിച്ചം, മടങ്ങും മിച്ചവും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഓൺ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരാണെങ്കിൽ, വീഡിയോ ഞാൻ കണ്ടു നിന്നുപോയി മറന്നുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഓടിപ്പോയിട്ടാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോട്ടോ. അവിടെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കും വരിക. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ഓടിപ്പോയിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ മിസ് ഓൺ എക്സാം കളറാക്കാൻ ഒരുപാട് ലൈവായിട്ട് വരാം. അതുവരേക്കും ബൈ.